സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പലതിന്റെയും അടിമകളാണ്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മളത് പറയുമ്പോൾ വല്ലാതെ വിമർശിക്കപ്പെടുന്നു. അത് പറയുന്ന ഉസ്താദുമാരെ വല്ലാതെ ആക്ഷേപിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ലോകകപ്പ് വന്നപ്പോൾ ലോകകപ്പിന്റെ ഫ്ലക്സുകളും അതുപോലെ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ടീമുകളും രാജ്യങ്ങളും അതിന്റെ തോരണങ്ങളും കൊടികളുമൊക്കെ ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഉയർത്താൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഉസ്താദുമാർ അവരുടെ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു. അതിന്റെ ഗൗരവാവസ്ഥ ഉണർത്തി. അപ്പൊ പലരും ചോദിച്ചു, എന്താ ഇസ്ലാം ഇത്ര വരണ്ടൊരു മതമാണ്, ഒരു കളിയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഒരിക്കലും നമ്മളാരും അങ്ങനെ ചിന്തിക്കരുത്. ഇസ്ലാം കളിക്കെതിരൊന്നുമല്ല. അങ്ങനെയുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതോടുകൂടെ അവർക്ക് അനുവദനീയമായ കളികൾ പഠിപ്പിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ എന്നുള്ളതാണ്. നമ്മളിതിങ്ങനെ കേൾക്കുമ്പോ എല്ലാവരും ആകെ വരണ്ട് ഒരു കൂട്ടിലൊക്കെ ഇട്ട് അടച്ച് അങ്ങോട്ടും നോക്കാൻ പറ്റില്ല അങ്ങോട്ടും നോക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കളി, വിനോദം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനുമായിട്ട് കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും താഴേക്കിങ്ങനെ ഇരുന്ന് ഒരാനപ്പുറത്ത് കയറുന്നത് പോലെ പ്രവാചകന്റെ മുതുകിലും പെരടിയിലും ഒക്കെ കയറുമായിരുന്നു. കുഞ്ഞുങ്ങൾ കളിക്കുന്നത് പ്രവാചകൻ നോക്കി നിൽക്കുമായിരുന്നു. ഹബീബായ പ്രവാചകൻ അവർ കളിക്കുമ്പോൾ നന്നായി കളിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവർക്കിടയിൽ അന്നത്തെ കളിയായിരുന്നു അമ്പെയ്ത്ത് മത്സരം. അമ്പെയ്തിട്ട് അത് കൃത്യമായിട്ട് ആരാണോ കേന്ദ്രത്തിലേക്ക്, അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, അത് അവർക്കിടയിൽ ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിന് വല്ലാതെ പ്രവാചകൻ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധനകളിൽ നിന്നും ഇബാദത്തുകളിൽ നിന്നും ഒരു ചെറിയ വിശ്രമത്തിന് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടി, മനസ്സിലാനന്ദം നൽകുന്ന ചില പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ പ്രവാചകന്റെ ഭാര്യമാരുമായി പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടതായി എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ ഇബാദത്തുകളെയും നമ്മുടെ നല്ല മനസ്സിനെയും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി അത്തരം ചിന്താഗതികൾ കയറിക്കൂടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന സംഗതികളായിട്ടത് മാറുമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. അത് കാണാൻ വേണ്ടി നിസ്കാരങ്ങൾ ഖളാക്കുക, കളികൾ കാണാൻ വേണ്ടി, അത് ആസ്വദിക്കുവാൻ വേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്രമീകരിച്ചു വെക്കുക. അവരേറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ചിന്തിക്കണം, നമ്മൾ അതിനുവേണ്ടി നമ്മൾ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ആർജവത്തോടുകൂടെ ഇതുപോലെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ടീമുകൾക്ക് വേണ്ടി വാദിക്കുമ്പോ അതിനുവേണ്ടി നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ നമുക്കൊരു നന്മയും സമ്മാനിക്കാത്ത ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ഫ്ലക്സ് വെക്കുമ്പോ, അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ വലിയ വലിയ ആരാധനകളുടെ ഭാഗമായി ഒരു ആരാധന പോലെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള പലതും നമ്മൾ ചെയ്യുമ്പോ, നമ്മൾ നമ്മുടെ ദീനിനേക്കാൾ, നമ്മുടെ നന്മകളെക്കാൾ നമ്മൾ നന്നായി പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട പലതിനേക്കാളും അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സ്ഥാനം നമ്മൾ രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും താഴെ പടിയിലോ ആക്കി അതിനെയൊക്കെ മുകളിൽ കയറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം ഒരുപാട് നഷ്ടത്തിലാകുമെന്നേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സന്ദർഭത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളൂ.